നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. അന്ത്യശാസനം പോലെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്ക് ബെഞ്ചമിൻ നെതന്യാഹു ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇറാൻ ജനതയോട് ചില തീർപ്പ് കൽപ്പിച്ചുകൊണ്ടായിരുന്നു നെതന്യാഹുവിൻ്റെ സംസാരം. ഇനി കളിച്ചാൽ അത് ഇറാന്റെ അവസാനത്തെ കളിയായിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ്. ശരിക്കും എന്താണ് നെതന്യാഹു കണക്ക് കൂട്ടുന്നത്? ഇനി ഇറാനെ ഏത് തരത്തിൽ നന്നാക്കിയെടുക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു, അതായത് ഈ ഇറാൻ ഭരണകൂടത്തെ, പരമോന്നത നേതാവിനെ ഏത് രീതിയിൽ നന്നാക്കിയെടുത്ത് അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കും എന്നുള്ള ഒരു പ്രസ്താവനയാണ് ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്നത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും സർക്കാരും ഇപ്പോൾ ഇസ്രയേലിനേക്കാൾ ഭയപ്പെടുന്നത് സ്വന്തം ജനതയെയാണ് എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ഇറാനിലെ ഭരണകൂട ഭീകരതയിൽ ജനങ്ങൾ വളരെ അസ്വസ്ഥരാണ് എന്നും അവരുടെ പ്രതിഷേധങ്ങളിൽ സർക്കാർ പേടിച്ചിരിക്കുകയാണ് എന്നുമൊക്കെയാണ് നെതന്യാഹു പറഞ്ഞത്. ബെഞ്ചമിൻ നെതന്യാഹു ഇംഗ്ലീഷിൽ പ്രസംഗം നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇംഗ്ലീഷിൽ നടത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജനതയ്ക്ക് മനസ്സിലാവാൻ വേണ്ടി തന്നെയാണ്. ഇറാനിലുള്ള ജനതയ്ക്ക് മനസ്സിലാകാനും ലോകത്തിന് മനസ്സിലാക്കാനും വേണ്ടിയാണ് ഇംഗ്ലീഷിൽ ഒരു പ്രസംഗം നടത്തിയത്. ഇംഗ്ലീഷിൽ ആ പ്രസംഗത്തിൽ പറഞ്ഞത്, നിങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർക്കാൻ ഇറാൻ ധാരാളം പണം ചെലവാക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ അണഞ്ഞു പോകാൻ അനുവദിക്കരുത്. നിങ്ങൾ മന്ത്രിക്കുന്നത് ഞാൻ കേൾക്കുന്നു. സ്ത്രീകൾ, ജീവിതം, സ്വാതന്ത്ര്യം എന്നാണ് നിങ്ങൾ മന്ത്രിക്കുന്നത്. ഇസ്രയേലും ഈ ലോകവും നിങ്ങൾക്കൊപ്പമുണ്ട്. ഖമേനി സർക്കാർ ഇസ്രയേലിനേക്കാൾ ഭയക്കുന്നത് ജനങ്ങളെയാണ് എന്നാണ് നെതന്യാഹു പറഞ്ഞത്. അതിന് ഇത്രയേ ഉള്ളൂ. കാരണം നെതന്യാഹു പറയുന്നത് ഇറാൻ ഒരുപാട് പണം ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ ഈ പണം ചെലവഴിക്കുന്നത് മുഴുവൻ തന്നെയും ഇറാൻ ഇസ്രയേലിനെതിരെ യുദ്ധക്കോപ്പുകൾ കൂട്ടുന്നതിന് വേണ്ടിയും ഭീകരതയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുമാണ്. ഇപ്പോൾ ഹമാസുകൾക്കും ഹിസ്ബുള്ളകൾക്കും എല്ലാം ധനസഹായം നൽകുന്നതിനും ഷിയ മുസ്ലിം തീവ്രവാദം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇറാൻ ഈ പണം മുഴുവൻ ജനങ്ങളിൽ നിന്നും പിടിക്കുന്നതും ജനങ്ങളിൽ നിന്ന് പണം നികുതിയായിട്ടും മറ്റും എടുക്കുന്നത് മുഴുവൻ തന്നെ ആ ജനങ്ങളുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയോ അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയോ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ ഒന്നും തന്നെ ചെലവഴിക്കുന്നില്ല. അവരുടെ സ്വാതന്ത്ര്യത്തിനെ ഹനിച്ചുകൊണ്ടാണ് ഇറാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി ഇസ്രയേലിനെതിരെ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് കൂടാതെയോ അല്ലെങ്കിൽ മുന്നറിയിപ്പ് കൂടിയോ ഇസ്രയേലിനെതിരെ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇസ്രയേലിനെതിരെ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കുമെന്നാണ് ഇറാൻ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു തവണ കൂടി അങ്ങനെ ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥ നശിപ്പിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇറാനെ ഇപ്പം ഇത്രയും കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് അധികാരത്തിൽ വരുന്നതുവരെ ബൈഡൻ പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത്, അതുപോലെ തന്നെ ഓയിൽ പ്ലാന്റുകൾ ഉപദ്രവിക്കരുത് എന്നുള്ള ഒരു കർശന നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ട്രംപ് പറഞ്ഞിരുന്നു ഇസ്രയേലിനോട് കയറി അടിച്ചോളാൻ സമ്മതിച്ചതാണ്. പക്ഷേ ഇപ്പോൾ എന്തായാലും ട്രംപ് അധികാരത്തിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇസ്രയേലിന് ധൈര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഒറ്റ വാക്കായി തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഇനി എന്തെങ്കിലും ഒരു അടി അവിടുന്ന് ഉണ്ടാകുകയാണെങ്കിൽ, ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇറാനെ കുട്ടിച്ചോറാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമ്പദ് വ്യവസ്ഥ മുഴുവൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓയിൽ പ്ലാന്റിന് തീയിടും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ 5-6 മാസം നിന്ന് കത്തിക്കളയും. അപ്പോൾ അത്രയും വളരെയധികമുള്ള നാശം ഉണ്ടാക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിനു മുൻപും ഇറാൻ ജനതയോട് ബെഞ്ചമിൻ നെതന്യാഹു സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ പഴയ പ്രതാപത്തിലേക്ക് പോകാൻ പോകുന്നു, പേർഷ്യൻ ജനതയും ജൂതവംശവും പഴയ ഒരു പ്രതാപത്തിലേക്കും ഒക്കെ പോവുകയാണ്, സമാധാനത്തിലേക്കും പോകുന്നു. അപ്പോൾ അതിന് ഇനി അധികം വൈകില്ല എന്നായിരുന്നു അന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ വീണ്ടും രണ്ടാമതൊരു താക്കീത് കൊടുക്കുന്നു. അതിലും പറയുന്നത് ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. ഇറാൻ ഭരണകൂടം, അതായത് ആയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെയുള്ളവർ ഭയക്കുന്നത് ഇറാൻ ജനങ്ങളെയാണ് എന്നും പറയുന്നു. ഇപ്പോൾ 2 താക്കീതായി കൊടുത്തിരിക്കുന്നു. പക്ഷേ എന്നിട്ടും ഒരു മാറ്റവും ഇല്ലാതെ ഇറാൻ നിൽക്കുകയാണല്ലോ. അല്ല, ഇറാൻ ഇപ്പൊ കുറച്ച് അതുകൊണ്ട് തണുത്തിട്ടുണ്ട്. ഇറാൻ ഇപ്പോൾ ഖമനേയി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ശത്രുവിനെതിരെ സഹിഷ്ണുതയോടെ പെരുമാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സഹിഷ്ണുത എന്നൊരു വാക്കൊക്കെ ഖമനേയിയുടെ വായിൽ നിന്ന് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രത്തോളം മനസ്സിലാക്കിയിട്ടാവുമെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. കാരണം ഖമനേയിക്കൊന്നും ഒരു സഹിഷ്ണുത എന്നുള്ള വാക്ക് അവരുടെ നിഘണ്ടുവിൽ ഇല്ലാത്തതാണ്. അപ്പോൾ ശത്രുവിനോട് ഇനി, അപ്പോൾ ശത്രു എന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇസ്രയേലിനെ തന്നെയാണ്, അമേരിക്കയും.
ഇവരോട് രണ്ടുപേരോടും വളരെ സഹിഷ്ണുതയോടുകൂടി പെരുമാറുമെന്നാണ് ഖമനേയി പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഒരു കുതിച്ചുചാട്ടത്തിന് ഇനി ഇല്ല എന്ന്. അതിനൊപ്പം തന്നെ വേറെ ഒന്നും ഉണ്ടായിട്ടുണ്ട്. സൗദി ഉച്ചകോടി നടന്നിട്ടുണ്ട്. ഈ സൗദി ഉച്ചകോടിയിൽ സൽമാനെ കുറിച്ചും ട്രംപിനെ കുറിച്ചുമാണ് ചർച്ച മുഴുവനും ഉണ്ടായിരുന്നത്. അപ്പോൾ സൽമാൻ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ആളാണ്, കിരീടാവകാശി സൽമാൻ രാജാവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇറാനിൽ നടക്കുന്ന ജനങ്ങളോട് നടക്കുന്ന, സ്ത്രീകളോട് നടക്കുന്ന പെരുമാറ്റങ്ങളെ ഒരിക്കലും സൽമാൻ അത് അംഗീകരിക്കില്ല. അപ്പോൾ നവോത്ഥാന പ്രവർത്തനങ്ങൾക്കൊക്കെ എല്ലാം സൽമാൻ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ മഹസ അമിനിയുടെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം, ഹിജാബ് ലഹളയെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ അറിയാം. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഇറാനിലെ ജനങ്ങൾ അനുഭവിക്കുകയാണ്. എന്നാൽ സൗദിയിൽ ഇതിനെല്ലാം തന്നെ ഒരു അറബ് രാജ്യമായ സൗദിയിൽ തന്നെ മുസ്ലിം മെജോറിറ്റിയുള്ള അല്ലെങ്കിൽ മുസ്ലിംസിൻ്റെ രാജ്യമായിട്ടുള്ള സൗദി പോലും ഇത്തരം നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തിയിരിക്കുകയാണ്. സ്ത്രീകൾക്ക് ധാരാളം സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സൽമാൻ രാജാവിൻ്റെയോ അല്ലെങ്കിൽ സൗദിയുടെയോ ഒരു സഹായം തീർച്ചയായിട്ടും ഇറാനും ഉണ്ടാവില്ല. പിന്നെ സൗദിയെ പിടിച്ചു നിർത്താൻ വേറൊരു കാരണം കൂടിയുണ്ട്. സൗദി ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിരുന്നത് F-35 വിമാനം വേണമെന്നായിരുന്നു. അപ്പോൾ അത് ബൈഡൻ ഇതുവരെ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഒരിക്കലും അത് കൊടുത്തിരുന്നില്ല. ട്രംപ് അത് സമ്മതിച്ചിരിക്കുകയാണ്. F-35 വിമാനങ്ങൾ കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൗദിയുടെ ഫുൾ സപ്പോർട്ടും അമേരിക്കയ്ക്കുണ്ട്. അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞത് കേൾക്കാൻ സൗദി ബാധ്യസ്ഥനാണ്. അറബ് മേഖലയിൽ ഇറാൻ തീവ്രവാദം വളർത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്. കാരണം ഇറാൻ പറഞ്ഞിട്ടുള്ളത്, ഇതിനു മുൻപ് ഒരിക്കലും നമ്മൾ ചർച്ചയിൽ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം രാജ്യങ്ങളൊന്നും തന്നെ ഇസ്രയേൽ ഇറാനെതിരെ ആഞ്ഞടിക്കുകയാണെങ്കിൽ അതിന് സഹായം നൽകരുത്, വ്യോമപാത വിട്ടുകൊടുക്കരുത് എന്നെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ അവരെല്ലാം മുസ്ലിം എന്നുള്ള ഒരു മെജോറിറ്റിയെ പിടിച്ചിട്ടാണ് ഇത് സംസാരിച്ചിരുന്നത്. പക്ഷേ അതിൽ കാര്യമില്ല. കാരണം ഇറാനിലെ സുന്നി മുസ്ലിംസാണ്. അപ്പോൾ പിന്നീട് സൗദിക്കും ഖത്തറിനും എല്ലാം തന്നെ ഇപ്പോൾ അറിയാം ഇറാൻ ശ്രമിക്കുന്നത് ഷിയ തീവ്രവാദം ഇവിടെ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനൊരിക്കലും സമ്മതിക്കില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ അറബ് മേഖലയും എടുക്കുന്നത്. അപ്പോൾ ട്രംപ് തീർച്ചയായിട്ടും സൗദിക്ക് അനുകൂല നടപടിയെടുക്കും. ഇറാനെ എന്നേക്കുമായി തളയ്ക്കണം എന്നുള്ളതാണ് അമേരിക്ക ഇതിന് പകരമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹമാസ് ഹിസ്ബുള്ള നേതാക്കൾ ഇനി ഖത്തറിൽ ചർച്ച നടത്താൻ പാടില്ല, ഖത്തറിൽ അവർക്ക് സഹായങ്ങൾ ചെയ്യാൻ പാടില്ല, അവരുടെ വ്യവസായങ്ങൾ ചെയ്യാൻ പാടില്ല, അവരവിടെ താമസിക്കരുത്. ഇത്രയും നിർബന്ധമായിട്ടും അമേരിക്ക ഖത്തറിനും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൽമാൻ രാജകുമാരന് ഇതിൽ വേറെ ഒരു കാര്യമുണ്ട്. സൽമാൻ രാജകുമാരന് സെക്യൂരിറ്റി നൽകുന്നത്, വിദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ സെക്യൂരിറ്റി നൽകുന്നത് അമേരിക്ക മാത്രമല്ല മൊസാദുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്രയേലിനോട് സൗദിക്ക് ഇടയാൻ പറ്റില്ല. കാരണം സൗദിയുടെ സെക്യൂരിറ്റി പോലും, രാജാവിൻ്റെ സെക്യൂരിറ്റി പോലും കൊടുക്കുന്നത് മൊസാദാണ്. അപ്പോൾ ഈ പല കാരണങ്ങളെ കൊണ്ടുമാണ് സൗദി ഇതുവരെ എതിർക്കാതിരുന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്തായാലും സൗദി പൂർണ്ണമായും അമേരിക്കയുടെ വിധേയപ്പെട്ട് നിൽക്കുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെയാകുമ്പോൾ ഇറാൻ ഇനി എന്തായാലും സൗദിയിൽ നിന്നോ മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നോ ഒരു സഹായം പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതാണ് ഈ കണക്ക് കൂട്ടി തന്നെ ഇറാനെ ട്രാപ്പിലാക്കിക്കൊണ്ട് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇത്തരത്തിൽ വലിയൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതായത് ഇനി തൊട്ടാൽ കളി മാറും, ഇറാനെ കത്തിക്കാൻ ശേഷിയുണ്ട് തങ്ങൾക്കെന്ന് ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. നമുക്ക് കേരളത്തിലേക്ക് കൂടി ഒന്ന് വരേണ്ടതുണ്ട്. അതായത് ഇസ്രയേലുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് തേക്കടിയിൽ വിനോദസഞ്ചാരികൾ എത്തിയിരുന്നു. കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഇസ്രയേൽ ദമ്പതികളോട് വളരെ മോശമായിട്ട് പെരുമാറുകയും സംസാരിക്കുകയും അവരെ കടയിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സമീപനം പോലും ഉണ്ടായി. തേക്കടിയിലെ ഒരു കടയിൽ നിന്ന്. അത് അതിലെടുത്ത് പറയേണ്ട, അതായത് ചില പേജുകളിലൊക്കെ ശ്രദ്ധിച്ചിരുന്നത് അത് മലയാളികളുടെ കടയായിരുന്നു എന്നാണ്. അത് മലയാളികളുടെ കടയല്ല, മലയാളികളല്ല അവരെ അധിക്ഷേപിച്ചത്. കശ്മീരിൽ നിന്ന് കട നടത്തിയിരുന്ന ആൾക്കാരാണ് ഇത്തരത്തിൽ അവിടെ ഈ കടയ്ക്ക് നേരെ വലിയ വിമർശനം വരുന്നുണ്ട്. അതായത് ഇതിനു മുൻപും ഇതുപോലെ അവിടെ കടയിൽ എത്തുന്ന ആൾക്കാർ, അതായത് ഒരു കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടയാണ്. ഈ കടയിൽ എത്തുന്നവരോട് വളരെ സ്നേഹത്തിൽ ആദ്യം പെരുമാറുകയും അവരോട് എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചറിയുകയും ശേഷം ഇത് അതായത് മുസ്ലിം വിരുദ്ധരായിട്ടുള്ള രാജ്യക്കാരാണ് എങ്കിൽ ആ ആൾക്കാരോട് വളരെ മോശമായി പെരുമാറുന്ന ഒരു സമീപനം ഇതിനു മുൻപും ആ കടയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും
അവർക്ക് നേരെ വലിയ രീതിയിൽ ആക്രോശിക്കുകയും ഇറങ്ങിപ്പോകൂ എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. ഇത് വലിയ വിവാദമായി. പോലീസ് അവിടെ എത്തി. ഇത് മാത്രമല്ല, ഇത് വാർത്തയായതോടുകൂടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇന്ത്യയിലെ ഇസ്രായേൽ എംബസിയിൽ നിന്ന് കോള് പോകുന്നു. എന്താണ് ആ വിഷയമെന്ന് അന്വേഷിക്കണമെന്ന് പറയുന്നു. അവിടുത്തെ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആ ഇസ്രായേൽ പൗരന്മാർക്ക് സുരക്ഷ ഒരുക്കണമെന്ന് എംബസിയിൽ നിന്ന് തന്നെ വിളിച്ചു പറയുന്നു. തൊട്ടു പിന്നാലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് പിണറായി വിജയന് കോളുകൾ വരുന്നു. അങ്ങനെ കുറച്ച് നേരത്തേക്കെങ്കിലും ഒരു ഭീതിതമായ ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസ് പിന്നീട് ഈ കടയിൽ എത്തുന്നു. പക്ഷെ അതിനു മുൻപ് തന്നെ ആ വിഷയത്തെ ഏറെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നു. ആ തേക്കടിയിൽ ഈ കടയ്ക്ക് അടുത്തുണ്ടായിരുന്ന മറ്റു കടയിലെ മലയാളികളൊക്കെ തന്നെ അവർ ഇയാളോട് പറയുകയാണ്, ഇത് രാജ്യത്തിന് നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്, കേരളത്തിന് ലോകത്തിന് മുന്നിൽ നാണക്കേടുണ്ടാക്കുന്ന വിഷയമാണ്, നിങ്ങൾ മാപ്പ് പറഞ്ഞേ മതിയാകൂ എന്ന് പറയുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ സ്ഥിതി വഷളാകുന്നു എന്ന് കണ്ടതോടുകൂടി തന്നെ ഈ കടയുടമകൾ ഇവരോട് മാപ്പ് പറയുകയായിരുന്നു. അങ്ങനെ പിന്നീട് ഐബിയും റോയും എത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് ഇസ്രായേൽ പൗരന്മാരായതുകൊണ്ട് തന്നെ കശ്മീരി കടയുടമയാണ് എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാനുള്ള നീക്കങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ആ കട ഇപ്പോൾ പൂട്ടിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമായി പോയി അത്. പക്ഷേ അതിനെ കൃത്യതയോടെ കൈകാര്യം ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്ന ആ സാധാരണക്കാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല ഈ സമയങ്ങളൊക്കെ ഈ തേക്കടിയിലേക്കൊക്കെ വളരെ വലിയ രീതിയിൽ സഞ്ചാരികൾ വരുന്നതാണ്. ഇത് ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഇതാണ് പറയുന്നത്, ഇത് കശ്മീരി കടയുടമകളാണെങ്കിലും ഇതേ പ്രതിസന്ധി കേരളത്തിൽ മറ്റു പല ഭാഗങ്ങളിലുമുണ്ട്. ഇതിനു മുൻപ് ഈ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നടക്കുന്നത് ലോകത്തെ എല്ലാ മേഖലയിലേക്കും ബാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇതിനു മുൻപ് ഒരു പ്രതിസന്ധി ഉണ്ടായത് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന 2 ജൂത സ്ത്രീകൾ. നമ്മൾ ആ ചർച്ചയിൽ പറഞ്ഞിരുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു റാലി നടത്തിയത്. അന്ന് അവർ പതിപ്പിച്ച പോസ്റ്ററുകളൊക്കെ ഈ ജൂത വനിതകൾ കീറിക്കളഞ്ഞിട്ട് അതൊരു വലിയ വിവാദമായിരുന്നു. അപ്പോൾ ഈ പ്രതിസന്ധി ലോകത്തെല്ലായിടത്തും ബാധിക്കുന്നു എന്നുള്ളതാണ്. വളരെ മോശമായ ഒരു പെരുമാറ്റമാണ് അവരിൽ നിന്നുണ്ടായത്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത, നമ്മൾ അതിഥി ദേവോ ഭവ എന്നാണ് പറയുന്നത്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ അതിഥികളാണ് അവർ. അവർക്കുണ്ടാകുന്ന എന്ത് പ്രതിസന്ധിയും നമ്മളെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. ഇത് മാത്രമല്ല, എന്തെങ്കിലും മറ്റൊരു രീതിയിലേക്ക് ഒരു പ്രശ്നം ഉണ്ടായി പോയിരുന്നെങ്കിൽ അത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രത്തെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറിയേനെ. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും മലയാളികളിൽ നിന്നുണ്ടാകാതിരിക്കട്ടെ. കാരണം ജൂതപ്പള്ളിക്കൊക്കെ സുരക്ഷ ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യം വീണ്ടും ശക്തമായിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ നാണക്കേടായ ഒരു സംഭവമായി അത് മാറി എന്നുള്ളത്. ലോകമെമ്പാടിലേക്കും ഇവര് ഈ പറഞ്ഞ അവരുടെ മതവികാരത്തിനെ ആളിക്കത്തിക്കാണ്. ലോകമെമ്പാടും ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലബ്നോനിലൊക്കെയുള്ള തുരങ്കങ്ങളുണ്ടല്ലോ, ഈ തുരങ്കങ്ങളൊക്കെ ഹമാസ് തുരങ്കങ്ങളെ പോലെയല്ല. ഹമാസ് തുരങ്കങ്ങൾ ഇടനാഴികളും അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു പോകുന്ന സംഭവങ്ങളും ഒക്കെയായിരുന്നു. അവിടെ ഒരാഴ്ചയ്ക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കുള്ള ഭക്ഷണ സാമഗ്രികളൊക്കെയാണ് ഇവിടെ വെച്ചിരുന്നത്. ലെബനനിലുള്ള സംഭവങ്ങൾ അതല്ല. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 നക്ഷത്ര ഹോട്ടലിൽ ഉണ്ടാകുന്ന എന്തെല്ലാം സൗകര്യങ്ങളുണ്ടോ ഇതെല്ലാമാണ് ഹിസ്ബുള്ള തുരങ്കങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. AC ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും, മാസങ്ങളോളം താമസിക്കാനുള്ള സജ്ജീകരണങ്ങൾ, അങ്ങനെ വളരെ വിപുലമായ രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നെയാണ് ഹിസ്ബുള്ളകൾ ഈ ടണലിനുള്ളിൽ ഒളിച്ചിരുന്നത്. എന്ന് മാത്രമല്ല, ലെബനൻ പണ്ട് ക്രിസ്ത്യൻ രാജ്യമായിരുന്നല്ലോ. അപ്പോൾ അവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള പ്രദേശങ്ങൾ, പള്ളികൾ ഇതെല്ലാം തന്നെ ഇവർ കൈവശപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിൽ കുറച്ച് സെമിത്തേരികൾ ഉണ്ടായിരുന്നു. ഈ സെമിത്തേരികൾ ഇപ്പോൾ ആരും അങ്ങോട്ട് പോവില്ല എന്നുള്ളത് കാരണം സെമിത്തേരികളുടെ ഉള്ളിലെല്ലാം വെച്ചിരിക്കുന്നത് ആയുധങ്ങളും പടക്കോപ്പുകളുമാണ്. ഹിസ്ബുള്ളയുടെ എല്ലാം ആയുധങ്ങളാണ് ഈ സെമിത്തേരിയുടെ ഉള്ളിലുള്ളതെന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇങ്ങനത്തെ 10 സ്ഥലങ്ങളിൽ നിന്നാണ് ഇത്തരം ടണലുകൾ കണ്ടുപിടിച്ചത്. ഇതിലേക്കെല്ലാം തന്നെ വിഷവാതകം കയറ്റിയിട്ട് 2 ഭാഗവും അടച്ചു. അപ്പോൾ അതിനുള്ള ആളുണ്ടോ ഇല്ലയെന്നൊന്നും അവർക്കറിയില്ല. ഉണ്ടെങ്കിൽ ഭീകരവാദികളായിരിക്കും. ബന്ദികളാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും അങ്ങനെ വളരെ വലിയൊരു രീതിയിൽ തന്നെയുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ലെബനനിലെല്ലാം ഇപ്പോഴും ആക്രമണം നടക്കുന്നുണ്ട്. അപ്പോഴും നെതന്യാഹു പറയുന്നത് ഇതാണ്, ഇറാൻ ജനതയോട് ഞങ്ങൾക്ക് സ്നേഹമുണ്ട്, പക്ഷേ ആ സ്നേഹത്തിൻ്റെ മുൻപിൽ വെച്ച് തീവ്രവാദം വളർത്താൻ ഞങ്ങൾ തയ്യാറാവില്ല
എന്ത് വില കൊടുത്തും ഇതെല്ലാം തകർക്കും. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇത് കേരളത്തിലേക്ക് വരെ തന്നെ അതിൻ്റെ ആണെന്ന് പറയുന്നില്ല, എങ്കിൽ പോലും ഇത്തരമൊരു മതസ്പർദ്ധ ലോകത്തെമ്പാടും അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു അവസാനം ഉണ്ടായേ പറ്റുള്ളൂ. എന്തായാലും നെതന്യാഹു കണക്ക് കൂട്ടി തന്നെയാണ് ഇറാനോട് പ്രതികരിച്ചിരിക്കുന്നത്. അതിനൊപ്പം അമേരിക്ക നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. അറബ് രാജ്യങ്ങളും ഇസ്രയേൽ അമേരിക്ക ചേരിയിലേക്ക് മാറിയിരിക്കുന്നു. ശരിക്കും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഇറാൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. ട്രംപ് നെതന്യാഹു 3 വട്ടം ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴെല്ലാം തന്നെ ട്രംപ് ഇപ്പോൾ അധികാരത്തിൽ വന്നില്ല, അധികാരമേറ്റില്ല, എങ്കിൽ പോലും ജയിച്ചല്ലോ. അതിനുശേഷം 3 പ്രാവശ്യം ചർച്ച നടത്തി കഴിഞ്ഞു. അപ്പോഴെല്ലാം വളരെ പൂർണ്ണമായ സപ്പോർട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്ന് ഉറപ്പാണ്, അറബ് രാജ്യങ്ങൾ ഒരു കാരണവശാലും ഇനി ഇറാനെ പിന്തുണയ്ക്കില്ല. അപ്പോൾ ഖമനേയി ഉൾപ്പെടുന്ന തീവ്രവാദികളെ മുച്ചൂട് മുടിക്കും എന്നുള്ള ഒരു ഇത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ ചർച്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.